ജീവിതം മടുത്തു. മാർക്കോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 3 ബാർബിക്യൂ ഗ്രില്ലുകൾ വാങ്ങി. വീട്ടിൽ പോയി തീ കൊളുത്തി മരിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. എന്നാൽ പാർക്കിങ്ങിൽ നിന്ന് കാർ പുറത്തെടുത്തയുടനെ പെട്ടെന്നൊരു വെളുത്ത മേഴ്സിഡസ് പെട്ടെന്ന് അവന്റെ കാറിന് മുന്നിൽ വന്ന് ഉച്ചത്തിൽ ഹോൺ മുഴക്കാൻ തുടങ്ങി. മാർക്കോ ഇതിനകം വളരെ ദേഷ്യത്തിലായിരുന്നു. ഇപ്പോൾ അവൻ പൂർണ്ണമായും അസ്വസ്ഥനായിരുന്നു. അവൻ തന്റെ കാർ വേഗത്തിലാക്കി ആ മേഴ്സിഡസിനെ പിന്തുടരാൻ തുടങ്ങി. പക്ഷേ അവന്റെ പഴയ പിക്കപ്പ് ട്രക്കിന് അവനെ പിന്തുടരാൻ കഴിഞ്ഞില്ല. അതിനു പുറമെ മേഴ്സിഡസ് ഡ്രൈവർ അവനെ പരിഹസിക്കുകയും ഒരു പാൽ കാർട്ടൻ അവന്റെ നേരെ എറിയുകയും ചെയ്തു. ഇപ്പോൾ അയാൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. അവൻ കാർ ഫുട്പാത്തിലേക്ക് ഓടിച്ചു. പക്ഷെ ആവേശത്തിൽ അവന്റെ കാർ അവിടെ കുടുങ്ങി. പോകുമ്പോൾ അവൻ മേഴ്സിഡസ് നമ്പർ കുറിച്ചു വെച്ചു. ഇവിടെ നിന്നാണ് അവന്റെ പ്രതികാര കഥ ആരംഭിച്ചത്. അവൻ വീട്ടിലേക്ക് മടങ്ങി കൽക്കരി കത്തിച്ച ശേഷം കിടന്നു. പക്ഷെ അവസാന നിമിഷം ഭയന്നു. അവൻ പെട്ടെന്ന് തീ കെടുത്തി ജനൽ തുറന്ന് മൊബൈൽ എടുത്തു. മേഴ്സിഡസ് നമ്പറിൽ നിന്ന് ഉടമയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. 760 രൂപയും 50 രൂപയും നൽകിയ ശേഷം അയാൾക്ക് സ്ഥലം ലഭിച്ചു. അയാൾ നേരെ ആ വീട്ടിലേക്ക് പോയി. അവിടെ കോളനിയിലെ കോൺട്രാക്ടറാണെന്ന് പരിചയപ്പെടുത്തി വളരെ സമർത്ഥമായ അകത്തേക്ക് കയറി. അന്ന് റോഡിൽ വെച്ച് ഇരുവരും പരസ്പരം മുഖം ശരിയായി കണ്ടിരുന്നില്ല. അതിനാൽ ആ സ്ത്രീക്ക് സംശയം തോന്നിയില്ല. ഏതോ കാരണം പറഞ്ഞ് അയാൾ അവളെ ഗരേജിലേക്ക് കൊണ്ടുപോയി. അവിടെ അതേ മേഴ്സിഡസ് പാർക്ക് ചെയ്തിരുന്നു. അയാൾ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ഇത് അതേ സ്ത്രീയാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ അയാൾ വാഷ്റൂമിൽ പോകാൻ ഒരു ഒഴികഴിവ് പറഞ്ഞ് അവിടെ പോയി ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചു. പോകുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി അന്താരാഷ്ട്ര സൗഹൃദത്തിന്റെ ആംഗ്യം കാണിച്ചു. ഇപ്പോൾ ആ സ്ത്രീ അയാളുടെ കാർ നമ്പർ കുറിച്ചെടുത്തു. വീട്ടിലെത്തിയ ഉടനെ അവൾ ആദ്യം ചെയ്തത് കാറിൽ നിന്ന് മണം നീക്കം ചെയ്യുക എന്നതായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അവൾ ആ പുരുഷന്റെ വിവരങ്ങൾ പുറത്തെടുത്ത് അവനെ വിളിച്ചു. ആ പുരുഷൻ കോൾ എടുത്തെങ്കിലും ഒന്നും കേൾക്കാതെ അത് വിച്ഛേദിച്ചു. സ്ത്രീ വീണ്ടും വിളിച്ചപ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേസമയം സ്ത്രീയുടെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാകുമെന്ന് സ്ത്രീ കരുതി. പക്ഷെ ഭർത്താവ് പറഞ്ഞു, ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടാകാം, അത്രയൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി താൻ തന്നെ ഈ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന്. അവൾ മാർക്കോയുടെ കടയെക്കുറിച്ച് മോശം അവലോകനങ്ങൾ എഴുതി. അവന്റെ കാറിൽ അധിക്ഷേപകരമായ വാക്കുകൾ എഴുതി. ഇതെല്ലാം കണ്ടപ്പോൾ മാർക്കോ വളരെ ദേഷ്യപ്പെട്ടു. അയാൾ ഒരു ചുറ്റികയെടുത്ത് സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി. പക്ഷേ അയാൾ വാതിലിനടുത്ത് എത്തിയ ഉടനെ പുതിയ അലാം സിസ്റ്റം മുഴങ്ങി. അയാൾ ഭയന്ന് ഓടിപ്പോയി. പിറ്റേ ദിവസം അയാൾ പെട്രോൾ നിറച്ച സ്ത്രീയുടെ കാറിലെത്തി. കാറിന് തീയിടാൻ ഒരുങ്ങുമ്പോൾ കൊച്ചു പെൺകുട്ടി കാറിനുള്ളിലിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട ഉടനെ അയാൾ പെട്രോൾ ഒഴിച്ചു. കാറിൽ നിന്ന് മണം നീക്കം ചെയ്തു. കാർ അവിടെ നിന്ന് മാറ്റി. ആരെയും ഉപദ്രവിക്കാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. അവരെ ഭയപ്പെടുത്താൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷെ പിന്നീട് പോലീസ് സൈറൺ മുഴങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ചെറിയ വഴക്ക് വലിയ കുറ്റവാളിയായി മാറിയിരിക്കുന്നു.